സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ സംസ്ഥാനത്തെ കൈത്തറി തൊഴിലാളികൾക്ക് കഴിഞ്ഞ 9 മാസമായി നൽകാതെ കിടന്നിരുന്ന ശമ്പള കുടിശ്ശിക കേരള വിഷൻ ന്യൂസ് വാർത്തയ്ക്ക് പിന്നാലെ സർക്കാർ അനുവദിച്ചു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ വ്യവസായ കേന്ദ്രം അധികൃതർ കൃത്യമായി കണക്ക് നൽകാത്തതിനാൽ മുഴുവൻ തുകയും ലഭിച്ചില്ല. ഇതോടെ ജില്ലാ വ്യവസായ കേന്ദ്രം അധികൃതർക്കെതിരെ കൈത്തറി തൊഴിലാളികൾ പ്രതിഷേധവുമായി എത്തി. പിഴവ് വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കൈത്തറി തൊഴിലാളിക്ക് നീതി എവിടെ? ഇൻക്ലാബ് സിന്ദാബാദ്. ജില്ലാ വ്യവസായ അവസാനിപ്പിക്കുക. കുടിശ്ശിക വേതനം ഉടൻ നൽകുക. ഓണം വരുന്നു, കൂലി എവിടെ? സ്കൂൾ യൂണിഫോം പദ്ധതിയിൽ കഴിഞ്ഞ 9 മാസമായി സർക്കാർ അനുവദിക്കേണ്ട ഫണ്ട് നൽകാതെ കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലത്തും ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ തുടക്കകാലത്തും ഫണ്ട് നൽകാത്ത ദുരിതം തുടർന്ന് ഇവിടുത്തെ കൈത്തറി തൊഴിലാളികൾക്ക് ഓണം ആഘോഷിക്കാൻ പ്രതിസന്ധിയായി കിടക്കുന്ന കാര്യം കേരള വിഷൻ ന്യൂസ് ആണ് ഏറ്റവും ആദ്യം വാർത്തയായി കഴിഞ്ഞ ദിവസം പുറത്തു കൊണ്ടുവന്നിരുന്നത്. അതിന് പിന്നാലെ തന്നെ കേരള വിഷൻ ന്യൂസിന്റെ വാർത്ത കണ്ട് വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇടപെടുകയും പ്രശ്നം പരിഹരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും തുടർന്ന് അദ്ദേഹം ഇടപെട്ട് സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിലെല്ലാം തന്നെ ഈ കുടിശ്ശിക തുക അനുവദിപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ഓണത്തിന്റെ ഭാഗമായിട്ട് ഈ തൊഴിലാളികളുടെ ദുരിതം മനസ്സിലാക്കിക്കൊണ്ട് അത് അനുവദിപ്പിക്കുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട് ജില്ലയിൽ ഇപ്പോഴും പ്രശ്നത്തിന് പരിഹാരമുണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു പ്രതിഷേധമാണ് നമ്മൾ അല്പം മുൻപ് കണ്ടത്. അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്ന് പറയാൻ ഇവിടെ തൊഴിലാളികളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലും മാർച്ച് മാസം വരെയുള്ള കൂലി ലഭിച്ചു കഴിഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ വ്യവസായ ഓഫീസ് കണക്ക് കൊടുക്കാത്തതിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലക്ക് ഫണ്ട് അനുവദിച്ചില്ല. ഈ കണക്ക് കൊടുക്കുന്നതിന് വേണ്ടി നിരവധി തവണ ജില്ലാ വ്യവസായ കേന്ദ്രത്തോട് കൈത്തറി ഡയറക്ടർ ആവശ്യപ്പെട്ടിട്ട് പോലും ഇവിടുത്തെ നിരുത്തരവാദപരമായ നടപടി മൂലം കണക്കെത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് ഗവൺമെൻറ്റിന് അനുവദിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അവസാനം എല്ലാവർക്കും കൊടുത്തതിൻ്റെ ബാക്കിയുള്ള ഒരു 44 ലക്ഷം രൂപ മാത്രമാണ് കോഴിക്കോട് ജില്ലക്ക് കൊടുത്തിരിക്കുന്നത്. അതായത് 10 മാസക്കാലം കൂലി ലഭിക്കാത്ത തൊഴിലാളികൾക്ക് 2 ആഴ്ചത്തെ തുച്ഛമായ കൂലി കിട്ടും എന്നർത്ഥം. ആ കൂലി കൊണ്ട് വേണം ഞങ്ങൾ ഓണം കഴിക്കാൻ. 1,13 ലക്ഷം രൂപ കൂടി കിട്ടിയെങ്കിൽ മാത്രമേ മറ്റ് ജില്ലയിലെ തൊഴിലാളികൾക്ക് കിട്ടിയത് അത്രയും മാസമുള്ള കൂലി നമുക്ക് ലഭിക്കുകയുള്ളൂ. ഞങ്ങൾ കൈത്തറി ഡയറക്ടറുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ അനാസ്ഥയാണ്, അദ്ദേഹത്തിനൊന്നും ചെയ്യാനില്ല, ഇനി പുതിയൊരു അലോട്ട്മെൻറ്റ് വന്നെങ്കിൽ മാത്രമേ ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ ഗവൺമെൻറ് ഈ തവണ ബജറ്റിൽ വെച്ച തുകയുടെ 90% അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി 10% തുക മാത്രമേ അനുവദിക്കാനുള്ളൂ. ആ 10% അനുവദിച്ചാൽ തന്നെ ഞങ്ങൾ ഇതുവരെ വാങ്ങിയ നൂലിൻ്റെ പൈസ, സർക്കാർ കടമായാണ് നൂല് വാങ്ങുന്നത്, അതുപോലെ ഈ തുണി ഡൈ ചെയ്യുന്നത് അവർക്ക് തന്നെ കൊടുക്കാനുള്ള തുക മാത്രമേ ഉള്ളൂ എന്നതാണ് വസ്തുത. അപ്പോൾ ഇനി എന്ന് കിട്ടുമെന്ന് പറയാൻ കഴിയില്ല എന്നാണ് കൈത്തറി ഡയറക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വന്ന് നോക്കുമ്പോൾ, ജില്ലാ വ്യവസായ കേന്ദ്രത്തിൽ വന്ന് നോക്കുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ കൈമലർത്തുകയാണ് ചെയ്യുന്നത്. ഞങ്ങളെടുക്ക തെറ്റുപറ്റിപ്പോയി എന്ന് പറയാണ്. എന്നാൽ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇതിൽ നിന്നൊക്കെ ഒളിച്ചു കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ്. വ്യവസായ ജനറൽ മാനേജറുടെ ചാർജാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ DR ആണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. DR ഇന്ന് സുഖമില്ല എന്ന് പറഞ്ഞ് ബോധപൂർവം ലീവ് എടുത്താണെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇത്തരം ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ബന്ധപ്പെട്ട മേഖലയിൽ അത് അറിയിച്ച് എങ്ങനെയെങ്കിലും ഫണ്ട് വാങ്ങിയെടുക്കാനുള്ള ചുമതലക്ക് പകരം ഇവർ ഈ കൈമലർത്തുന്ന ഒരു അവസ്ഥ ആണ് ഇപ്പം നിലനിൽക്കുന്നതെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ 9 മാസമായി ഞങ്ങളുടെ കോഴിക്കോട് ജില്ലയിലെ സംഘങ്ങളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ തൊഴിലാളികളും പട്ടിണിയിലാണ്. അവർ മറ്റുള്ള ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് താൽക്കാലികമായി കടമെടുത്തിട്ടൊക്കെയാണ് കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ ഓണത്തിനെങ്കിലും കുറച്ച് ഒരു കൂലി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. അതിനാണ് ഇവിടെ ഇപ്പോൾ ആ ഒരു പ്രതീക്ഷയാണ് ഇവിടെ ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളത്. കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിൻ്റെ ഉദ്യോഗസ്ഥരുടെ ഒരു അനാസ്ഥയാണ് ഇതിൽ നമ്മൾ കാണുന്നത്. ഇത് നമ്മുടെ തൊഴിലാളികളോട് തന്നെ നമുക്ക് പറയാനും പ്രയാസമുണ്ട്. അവരെങ്ങനെ ഇത് നേരിടുമെന്നത് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് ഏറ്റവും അടിസ്ഥാനപരമായി താഴെ കിടക്കുന്ന ഈ ഒരു നെയ്ത്ത് തൊഴിലാളികൾ, ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ജീവിക്കാൻ, ഓണത്തിന് വരെ ജീവിക്കാനല്ല. ഇവർക്കെല്ലാം ഇപ്പോൾ സർക്കാർ ഇപ്പോൾ 20,000 ഉറുപ്പിക പോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഓണം അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞ് ഈ ഞങ്ങൾ എടുത്ത പണിയുടെ
10 മാസം എടുത്ത പണിയുടെ കൂലി കിട്ടി. എനിക്കിപ്പോൾ 73 ആയി. ഞങ്ങളിപ്പോൾ ഇതിൽ ജീവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിന് ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാകേണ്ടി അടിയന്തരമായി കോഴിക്കോട് ജില്ലയിൽ പണം കിട്ടാൻ ആവശ്യമായ നടപടി ഈ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ജില്ലാ വ്യവസായ കേന്ദ്രം ഉണ്ടാക്കണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറുള്ളത്. അതായത് 73 വയസ്സുള്ള ഒരു മനുഷ്യനാണ് ഇത്തരത്തിൽ. അതുപോലെ ഇതിൽ പലരും പ്രായമുള്ള ആളുകൾ, സ്ത്രീകൾ. ഒരുപക്ഷെ നമ്മളോട് അല്പം മുൻപ് സംസാരിച്ച ആ സ്ത്രീയുടെയൊക്കെ കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. കാരണം വാർത്ത കൊണ്ട് സർക്കാർ ഇടപെട്ടു, സർക്കാർ അതിന് ഒരു പരിഹാരമുണ്ടാക്കി. പക്ഷേ എന്നിട്ടും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം കിട്ടേണ്ട തുക കൃത്യമായി കിട്ടാത്തതിൻ്റെ ഒരു ദുരിതമാണ് ഈ മനുഷ്യർ അനുഭവിക്കുന്നത്. ഒരുപക്ഷെ ഓണം നാളിൽ ഇവിടെ കോഴിക്കോട് ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ അവരുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് മൃഷ്ടാന്ന ഭോജനം, സദ്യ ഉണ്ണുമ്പോൾ ഈ മനുഷ്യർ അരപ്പട്ടിണി കടന്ന് ഓണമുണ്ണേണ്ട ഗതികേടാണ്. ലേശം ഒരു ഉളുപ്പ് എന്ന വാക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ അത് കൃത്യമായി കണക്ക് നൽകേണ്ടതായിരുന്നു. ഈ അനാസ്ഥയ്ക്ക് സർക്കാർ കൃത്യമായ തക്കതായ നടപടി തന്നെ സ്വീകരിക്കണം. ക്യാമറ പേഴ്സൺ റിഷാദ് ടിക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.